എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആൻ്റണി. എൻ്റെ സ്ഥലം കോയവിളയാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. 26 വയസ്സിന് ശേഷം എൻ്റെ നാട്ടിൽ പല ജോലികളും ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ മദ്രാസിൽ അന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ അങ്ങോട്ട് വിളിച്ച് ഞാൻ അവിടെ പോയി വെൽഡിങ്ങിൻ്റെ പണി, അവൻ വെൽഡറായിരുന്നു. അവൻ്റെ കൂടെ നിന്ന് വെൽഡിങ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ബന്ധു നാട്ടിൽ എൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ്, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന എന്നെ ഒരു വിസിറ്റ് വിസയിൽ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു. ഫുജറയായിരുന്നു ഞാൻ ആദ്യം ചെന്നിറങ്ങുന്ന സ്ഥലം. അവിടെ നിന്ന് പിന്നീട് ഞാൻ ഷാർജയിൽ വന്നു. അവിടെ ഒരു കമ്പനിയിൽ, പുതുതായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയിൽ എൻ്റെ ഇവിടുത്തെ സഹോദരങ്ങളും കസിനും എല്ലാം അവിടെ ചേർന്നിട്ട് അവരെല്ലാവരും സഹായത്തോടു കൂടിയാണ് എനിക്കവിടെ വിസ കിട്ടുന്നത്. ഷാർജയിലുള്ള സമയത്ത് അവിടെ ഷാർജ പള്ളിയിൽ പോകുമായിരുന്നു. അന്ന് അവിടെ റൂമിലുണ്ടായിരുന്ന സുഹൃത്തുക്കളോട് വിസിറ്റിംഗ് വിസ ആണല്ലോ, റെസിഡൻസ് വിസ ലഭിക്കാനാണെങ്കിൽ അത് അവിടെ നിന്ന് വിസ അടിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിസ അടിക്കാൻ ആദ്യത്തെ ഒരു വിസയിൽ എനിക്ക് റെസിഡൻസ് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതെല്ലാം കിട്ടാനായിട്ട് അവിടെ നിന്ന് എൻ്റെ ചേട്ടനും ഞങ്ങളെല്ലാം അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ആ സമയത്താണ് പിന്നീട് പുതിയതായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി ലഭിക്കുന്നത്. ജോലി ലഭിച്ചു കഴിഞ്ഞ് പള്ളിയിൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പ്രാർത്ഥന. ഇപ്പോൾ ഉള്ള പുതിയ പള്ളി പഴയ പള്ളിയാണ് ഷാർജയിൽ അന്നത്തെ. അന്ന് അത് വന്നതിന് ശേഷം ജോലി കിട്ടി. ഞാൻ ഷാർജയിൽ തന്നെയാണ് ഇത്രയും നാളും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പള്ളി എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ അനുഭവം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ നാട്ടിലേക്കാളും കൂടുതൽ ഗൾഫിൽ തന്നെ ആയിരുന്നു എന്നാണ്. കാരണം ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് പല കൂട്ടായ്മയിലും പോയി പ്രാർത്ഥിക്കുന്ന സമയത്തായാലും പള്ളിയിൽ കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന സമയത്തായാലും എൻ്റെ അനുഭവത്തിൽ ഗൾഫിൽ പള്ളിയിൽ കുർബാനയ്ക്ക് അനുഭവം ഒരു നാട്ടിലേക്കാളും കുറച്ചുകൂടെ സ്പിരിച്വലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. നാട്ടിൽ ഇതല്ല എന്നല്ല എങ്കിലും എല്ലാവരും ഒരു സ്പിരിച്വലായിട്ട് എണ്ണതായിരുന്നു. എല്ലാവരും പ്രാർത്ഥനയിൽ വളരെ ആഴത്തിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ഞങ്ങളുടെ കമ്പനി തന്നെ ആയാലും ഞങ്ങൾക്ക് തന്നെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പള്ളിയിലേക്ക് പോയി അവിടുത്തെ പ്രാർത്ഥനയുടെ ഗ്രൂപ്പിൽ പങ്കെടുക്കുമായിരുന്നു. സിയോൺ എന്ന് പറയുന്ന ഗ്രൂപ്പിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും പലവിധ പ്രശ്നങ്ങളാൽ ജീവിക്കുന്നതുകൊണ്ടാകാം എല്ലാവർക്കും പ്രാർത്ഥനയിലൊക്കെ പോകാനായാലും പ്രാർത്ഥിക്കുന്ന സമയത്തായാലും ഒരു തീഷ്ണത ഉണ്ടായിരുന്നു. നാട്ടിൽ ചിലപ്പം കുടുംബത്തിൽ നിന്ന് പല വീടുകളിൽ നിന്ന് ഇറങ്ങുന്നവരായതുകൊണ്ടായാലും ചിലപ്പോൾ പലവിധ കാര്യങ്ങളിൽ വ്യാപൃതരായതിന് ശേഷം ചിലപ്പോൾ ഒരു വിരോധമുള്ള ആൾക്കാരെ തൊട്ട് അയലത്തുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും പ്രാർത്ഥന ചെയ്യുമ്പം കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ചിലപ്പം കണ്ണ് തുറന്ന് നോക്കുമ്പം തൊട്ട് മുമ്പിൽ ശത്രുതയുള്ള ആൾക്കാർ ഇരിക്കുമ്പോഴായാലും ചിലപ്പോൾ പ്രാർത്ഥനയുടെ ആ ഒരു എനിക്ക് എന്തെന്നറിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു അവിടെ തന്നെ ആയിരുന്നു എൻ്റെ അനുഭവത്തിൽ കുറച്ചുകൂടെ നല്ല തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒരേ രീതിയിലുള്ളവരായതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം വെൽഡിങ് തൊഴിലാളിയായിരുന്നു. അപ്പം മുകളിലൊക്കെ നല്ല ഹൈറ്റിലൊക്കെ കയറി ജോലി ചെയ്യണം. സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളും ഇരിക്കുവാനുള്ള ചുവടുമൊക്കെ ഉണ്ടാവും വെൽഡിങ് പൊസിഷനിൽ വെൽഡിങ് ചെയ്യുന്ന സ്ഥലത്ത്. ഒരിക്കൽ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇരുന്ന ബാസ്ക്കറ്റ് പൊട്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 10-30 അടിയോളം ഉയരത്തിലായിരുന്നു തോന്നുന്നു. സേഫ്റ്റി ബെൽറ്റിൽ തൂങ്ങിക്കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അത് ആ സമയത്തൊക്കെ എൻ്റെ കർത്താവേ എന്ന് വിളിച്ചിട്ട് ആ സമയത്ത് വളരെയേറെ നല്ല ദൈവത്തിൻ്റെ ഇടപെടൽ ആ സമയത്ത് ഉണ്ടായി. എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു അത്. കാരണം ബെൽറ്റ് തൂങ്ങിക്കിടക്കുക, ആ സമയത്ത് അപ്പുറത്തുണ്ടായിരുന്നത് ഉടനെ വന്നിട്ട് അവർക്ക് എത്തിപ്പിടിക്കാൻ, അത് പെട്ടെന്ന് ഒരു കോർണർ സൈഡായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കുറച്ച് സമയം എടുത്തതിന് ശേഷമാണ് എന്നെ അവിടുന്ന് മോചിപ്പിക്കുന്നത് പറയുന്നത്, ബെൽറ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ക്രെയിനിന് വഴിയാണ് പിന്നീട് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഞാനീ പറഞ്ഞ ഈ ബെൽറ്റിൻ്റെ ഈ മേളിൽ നിന്ന് വീഴുന്ന സമയത്തെന്ന് പറയുന്നത് ഞാൻ ദൈവത്തെ കണ്ടു എന്ന് വേണം പറയാം. കാരണം
പെട്ടെന്ന് എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് ആ സമയത്ത് ആരോ എന്നെ താങ്ങി, അല്ലെങ്കിൽ ബെൽറ്റിൽ അങ്ങനെ കൂടുതൽ താങ്ങി ഒങ്ങി നിൽക്കുകയാണ് എങ്കിലും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഭാരമില്ലാതെ നിൽക്കുന്നു എന്നൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു. അത് നല്ല ഒരു ദൈവം ഇത്രയും നാൾ എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വീട്ടുകാർ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എന്ന് പിന്നീട് എനിക്കത് ബോധ്യമായി. അത് നല്ല രീതിയിൽ എനിക്കത് ദൈവത്തോട് കുറച്ചുകൂടെ പള്ളിയിൽ പോകാനും അല്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കുചേരാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയാണ് എനിക്ക് ഒരുപാട് സഹായം, ഒരു അനുഭവ സാക്ഷ്യമായിരുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു കാര്യമാണത്. വീട്ടിൽ അന്ന് അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ സമയമാണ്. അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്കെല്ലാവർക്കും എല്ലാ ദിവസവും കൊന്ത പഠിക്കുന്ന വീട്ടിൽ കൊന്ത പഠിക്കുമായിരുന്നു. വീട്ടുകാരും ഫാമിലിയിൽ ഞങ്ങളെല്ലാം കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥന പഠിക്കുന്ന സമയത്തായാലും അവരോട് പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയുടെ ദൈവത്തിൻ്റെ ബലം, പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാണ്. തീർച്ചയായും ഞാനതിൽ വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടുകാരുടെയും എൻ്റെ വൈഫിൻ്റെയും മാതാപിതാക്കളുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മറ്റു വിധത്തിലുള്ള അപകടങ്ങളൊന്നും ഇല്ലാതെ തന്നെ എനിക്കെന്നെ നല്ല രീതിയിൽ ദൈവം കാത്തുരക്ഷിക്കുകയായിരുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഉത്തമ ബോധ്യത്തോടെയാണ് ഞാനിത് പറയുന്നത്. ദൈവത്തിൻ്റെ എല്ലാവിധ ഇടപെടലുകളും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ മുകളിൽ കയറി ഇറങ്ങുക, മങ്കി കൂടെ കയറുക ഇറങ്ങുക, പല രീതിയിലൂടെ പോയി പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യുന്ന സമയത്ത് നല്ല ഹൈറ്റിലൊക്കെ കയറുന്ന സമയത്തൊക്കെ തന്നെ ആയാലും ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെയൊക്കെ നല്ലൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ കയറി ജോലി ചെയ്യുന്ന സമയത്തായാലും മറ്റു രീതിയിൽ ഇറങ്ങുമ്പോഴായാലും കയറുമ്പോഴായാലും ഒക്കെ എന്നെ നല്ല രീതിയിൽ എനിക്ക് അതിനുള്ള ശാരീരിക ക്ഷമത തരാനും ജോലി എടുക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാനൊക്കെ നല്ല രീതിയിൽ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ജോലി ചെയ്യുന്നിടത്ത് ഞങ്ങളുടെ പല ക്യാമ്പുകളിൽ നിന്നും പല ആൾക്കാർ വന്ന് വിളിച്ചിട്ട് പറയും ഏതെങ്കിലും ഒരു ക്യാമ്പിൽ അന്ന് പ്രാർത്ഥന ഉണ്ടാവും. ആ പ്രാർത്ഥനയ്ക്ക് പങ്കുകൊള്ളാനായിട്ട് ചിലപ്പം ഓവർടൈം ഉണ്ടെങ്കിലും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഓവർടൈം മാറ്റി വെച്ചിട്ട് ആഴ്ച ഒരിക്കൽ പോകാറുണ്ട്. ചില സമയത്ത് ചില പ്രാർത്ഥനയ്ക്ക് പോകുന്ന വെള്ളിയാഴ്ചകളിൽ അന്ന് ഓവർടൈം ഉണ്ടാവില്ല. ഓവർടൈം ഉള്ള സമയത്തായി തന്നെ ആയാലും ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ മുന്നേ ഇറങ്ങിയിട്ട് നേരത്തെ പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് അമ്മ എൻ്റെ കയ്യിൽ ചെറിയൊരു ബൈബിൾ, ചെറുത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ബൈബിളും ഒരു കൊന്തയും തന്നിരുന്നു. ആ ബൈബിളാണ് ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിൽ ഞാൻ ആ ചെറിയ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമം മാത്രമുള്ള ചെറിയൊരു ബൈബിളായിരുന്നു അത്. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപേ മൗനമായിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ഞാൻ വായിക്കുമായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷമായിരുന്നു ഉറങ്ങാൻ കിടന്നിരുന്നത്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ മിക്കവാറും സമയം കിട്ടാറില്ല. കൂടുതൽ സമയവും വൈകിട്ട് തന്നെയാണ് ചെറിയ ബൈബിൾ പുതിയ നിയമം വായിക്കുന്നത്. വർക്ക് സൈറ്റിൽ ചിലപ്പോൾ ഫോർമന്മാരോ അല്ലെങ്കിൽ സൂപ്പർവൈസർമാരോ അല്ലെങ്കിൽ മറ്റുള്ള ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ചില ദിവസങ്ങൾക്ക് വളരെ ഡള്ളായിട്ട് വളരെ മൂഡ് ഓഫ് ആയിട്ടായിരിക്കും റൂമിൽ വരിക. ചിലപ്പം ഭക്ഷണം വച്ച് കഴിക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ ആ സമയത്തൊക്കെ ചില ഭക്ഷണം ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മുടെ മാനസികാവസ്ഥ വെച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് കയറി കിടക്കുന്ന സമയത്ത് അമ്മ തന്നുവിട്ട കൊന്ത വളരെ നന്മ അറിഞ്ഞാൽ മറിയവും അങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുമായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങും. പിന്നെ രാവിലെ എണീക്കുമ്പം പിറ്റേന്നത്തെ കാര്യങ്ങളൊക്കെ മറന്നു പോകും. ചിലപ്പോൾ മനസ്സിലുണ്ടാവില്ല. അത് നന്മ അറിഞ്ഞാൽ മറിയവും കുറേ നേരം ഇങ്ങനെ പഠിച്ച് എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് തന്നെ അറിയില്ലായിരുന്നു. എത്ര പഠിച്ചെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ അന്ന് രാത്രി മുഴുവനും ആ കൊന്ത പഠിച്ചുകൊണ്ട് തന്നെ ഉറക്കമുണ്ടായോ. അങ്ങനെ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. കൂടെ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് ചെറിയൊരു വാക്കുതർക്കവും മറ്റു കാര്യങ്ങളും രീതിയിലുണ്ടായി. അത് കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലിരുന്ന ടൂൾസ് എടുത്ത് എറിയുക അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരെ എത്തി. അപ്പോൾ കൂടെയുള്ള ആൾ അവിടെ ഉള്ള കമ്പനിയിൽ കുറച്ചുകൂടെ പിന്നെ അങ്ങനെ റെക്കമെൻഡായിട്ടുള്ള ആൾക്കാരും അവിടെ അയാൾക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കുറ്റം അത് എൻ്റെ പേരിൽ വരികയും
ഞാനാണ് തെറ്റുകാരനെന്ന രീതിയിൽ സമർത്ഥിക്കുകയും ചെയ്തിട്ട് അവനെ മറ്റൊരു സൈറ്റിലേക്ക് സ്ഥലം മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ട്രാൻസ്ഫർ ചെയ്യാനുള്ള. അന്ന് സത്യം പറഞ്ഞാൽ റൂമിൽ വന്ന് എൻ്റേതല്ലാത്ത കാരണമായതുകൊണ്ട് വളരെയേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് നന്മ നിറഞ്ഞ മറിയം അന്ന് എത്ര നേരം പിടിച്ച് കുറേ നേരം കഴിഞ്ഞ ശേഷമാണ് ഉറങ്ങിയത്. പിന്നീട് ആ സംഭവം എങ്ങനെയോ സോൾവായി. ഏത് രീതിയിലാണ് കർത്താവിൻ്റെ ഇടപെടലാണെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. അവിടെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്കന്ന് ഉണ്ടായത്. പള്ളികളിൽ കുർബാനയ്ക്ക് പോകാനായിട്ടൊക്കെ അന്ന് ഫ്രീ ആയിട്ട് ബസ്സാണ്. അത് ലേബർ സപ്ലൈ കമ്പനി മുതലാളിമാർ പള്ളിക്ക് സൗജന്യമായിട്ട് ആൾക്കാരെ പല ക്യാമ്പുകളിൽ നിന്നും കൊണ്ടുവന്നിട്ട് കുർബാനയ്ക്ക് സമയങ്ങളിൽ അവിടെ എത്തിച്ചേരുന്നു. കുർബാന കഴിഞ്ഞിട്ട് തിരിച്ച് ക്യാമ്പുകളിലേക്ക് ഈ ബസ്സിലൂടെ ആയിരുന്നു ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ. ആ സമയത്തൊക്കെ എൻ്റെ കമ്പനിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോസഫ് എന്നൊരാളാണ് ഇവിടെ ആലപ്പുഴക്കുള്ള. അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുകയും ഈ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ഏതെങ്കിലും ഫ്ലാറ്റിൽ കുമ്പസാരം ഉണ്ടാകും, അതൊക്കെ വന്ന് അറിയിക്കുകയും ഞങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം നല്ലൊരു സിയോണിൻ്റെയൊക്കെ നല്ലൊരു പ്രവർത്തകനായിരുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. ഷാർജയിൽ ഞാൻ സെൻറ്റ് മൈക്കിൾസ് ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. സിയോണിൻ്റെ കൂട്ടായ്മ മിക്കവാറും അവിടെ ഉണ്ടാകാറുള്ളത് റംസാൻ്റെ അവധിക്കാണ്. 3 ദിവസത്തോളം വന്ന് റംസാൻ 3-4 ദിവസം അവധി ഉണ്ടാവും. അന്നത്തെ ഏതെങ്കിലും 2 ദിവസത്തെ അവധിയിലായിരിക്കും പള്ളിയിൽ സിയോൻ്റെ കൂട്ടായ്മ ഉണ്ടാവുക. അന്ന് അവിടെ ചർച്ചകളും മറ്റ് പ്രാർത്ഥനകളും പല വിധത്തിലുള്ള നമ്മുടെ ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ, സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും വണ്ടി അയച്ചിരുന്നതും ഈ ജോസഫ് അച്ചാൻ്റെ പേരിലാണ്. ഞങ്ങൾ എല്ലാ വർഷവും പോയിരുന്നു സിയോൻ കൂട്ടായ്മയ്ക്ക്. അത് വളരെ 2 ദിവസം നമുക്ക് വളരെ സന്തോഷമായിട്ട് മനസ്സിന് നല്ല കുളിർമ ഉണ്ടാകുന്ന, മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. നല്ല അനുഭവമായിരുന്നു അത്. ഭക്ഷണവും കാര്യങ്ങളും പ്രാർത്ഥനയും മറ്റു രീതിയിലുള്ള കുർബാനയും എല്ലാ രീതിയിൽ തന്നെയായാലും നമുക്ക് അവിടെ 2 ദിവസം എല്ലാവിധ ഇതായിട്ടുകൂടി മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു സിയോൻ്റെ കൂട്ടായ്മ. പ്രവാസ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ആത്മീയമായിട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം അവിടെ എപ്പോഴും വേണമെങ്കിലും നമ്മുടെ ജോലി നഷ്ടപ്പെടാം. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രാരാബ്ദങ്ങൾ, ഓരോ ദിവസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം നേടാനായിട്ടാണ് നമ്മൾ ഗൾഫിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ അവിടെ നമ്മുടെ ഒരു സ്ഥിരതയില്ലാത്ത, അതല്ലെങ്കിൽ നമുക്ക് ഒരു പെർമനൻ്റ് ജോലി അല്ലല്ലോ അവിടെ. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ജോലി നഷ്ടപ്പെടാം. ആ ഒരു ഉൾഭയമായിരിക്കാം ചിലപ്പോൾ എല്ലാവരെയും പ്രവാസികൾ കൂടുതൽ ആൾക്കാരും ദൈവത്തോട് കൂടുതൽ അടുക്കാനും. അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അല്ലെങ്കിൽ ഈ ഒരു തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനും മനസ്സിനെ ഒരുക്കാനും, അല്ലെങ്കിൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സിന് ഒരു മൈൻഡ് ഉണ്ടാകുന്നതും ഈ ഒരു ജോലിയുടെ അസ്ഥിരത കൊണ്ടാകാം. അങ്ങനെ തന്നെ ആയിരിക്കാം. ഗൾഫിൽ ചെന്ന് ആദ്യകാലങ്ങളിൽ കത്തുകൾ മാത്രമായിരുന്നു. മാസത്തിൽ 1 കത്ത്, ചിലപ്പം 2. അങ്ങനെയൊക്കെ വരുമ്പം പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടുകാരെ അറിയിക്കേണ്ട ബുദ്ധിമുട്ടുകൾ മാത്രം അറിയിക്കുമ്പോൾ തിരിച്ച് പ്രാർത്ഥിക്കണം, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ബൈബിളിൻ്റെ വചനങ്ങൾ എഴുതി വിടുമായിരുന്നു വീട്ടിൽ നിന്ന് വരുന്ന കത്തുകളിൽ. അപ്പം ആ എഴുതി വിടുന്ന വചനങ്ങൾ ബൈബിളിൽ വായിക്കുക, പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അവസാന ഘട്ടത്തിലൊക്കെ
ഫോണിലൊക്കെ വന്നപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് ധ്യാനഗുരുക്കന്മാരും അല്ലെങ്കിൽ നാട്ടിലുള്ള ബ്രദർമാർ സിസ്റ്റേഴ്സ് ധ്യാന കേന്ദ്രങ്ങളിലുള്ളവരൊക്കെ അവരുടെയൊക്കെ ഫോൺ നമ്പറുകൾ നമ്മുടെയൊക്കെ തരിക. നമ്മൾ അവരെ വിളിച്ചിട്ട് ആ ഒരു ആശ്വാസത്തിൽ ഫോണിൽ കൂടെ ലൈവായിട്ട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട് ഗൾഫിൽ. അപ്പം അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഫോണിൽ ആ സമയത്ത് ബ്രദർമാരായാലും അച്ഛന്മാരായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നമുക്ക് അന്നേരം നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമൊക്കെ മിക്കവാറും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രവാസ ജീവിതം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകുന്നത്. കാരണം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങാനോ വീട് വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ നടത്താനോ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനോ അവരാഗ്രഹിക്കുന്ന രീതിയിൽ പഠിപ്പിക്കാനോ ഒന്നും ഇവിടെ നാട്ടിൽ നിന്നിരുന്നെങ്കിലും സാധിക്കുമായിരുന്നില്ല. ഗൾഫിൽ പോയതിന് ശേഷമാണ് ഞാൻ വസ്തു വാങ്ങുന്നതും സ്വന്തമായിട്ട് വസ്തു വാങ്ങുന്നതും വീട് വെക്കുന്നത്, കല്യാണം കഴിക്കുന്നത്, മക്കളെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തുകയും കാര്യങ്ങളും പഠിപ്പിക്കുക എല്ലാം ചെയ്യാൻ സാധിച്ചത് ഗൾഫിൽ പോയതിന് ശേഷം മാത്രമാണ്. അത് ദൈവം എനിക്ക് തന്ന ഒരു നല്ല അനുഗ്രഹം തന്നെയാണ്. അല്ല, നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിക്കുന്നത് കാരണം ഞാനൊരു 10ാം ക്ലാസ് മാത്രം വിജയിച്ച ഒരാളാണ്. 10ൽ മാത്രം തുടർന്ന് പഠിക്കാൻ അന്നത്തെ സാമ്പത്തിക ചുറ്റുപാട് എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഗൾഫിൽ പോയി കിട്ടുന്ന പണിയെല്ലാം ചെയ്ത് ഒരു പണി മാത്രമല്ല, ഏകദേശം അന്നേരം കണ്ണിൽ കാണുന്ന പണികളെല്ലാം പണിക്കും ഞാൻ പോകുമായിരുന്നു. രാത്രിയായാലും പകലായാലും ഒക്കെ അന്നേരം കിട്ടുന്ന പണിക്ക് വിളിക്കുന്ന പണിക്കെല്ലാം പോയി എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ചെയ്യുമായിരുന്നു. അത് ഗൾഫിൽ പോയതിന് ശേഷം മാത്രമാണ്. അതൊരു വലിയ ദൈവത്തിൻ്റെ ഇടപെടലാണ്. എനിക്ക് എല്ലാ ജോലിയും ചെയ്യാനുള്ള ഒരു മനസ്സ് തന്നത് ദൈവം തന്നെയാണ്. എനിക്ക് നല്ല ഒരു ഉറപ്പുണ്ട്. മദ്രാസിലായാലും ഗൾഫിൽ ചെന്ന ആദ്യ കാലഘട്ടങ്ങളിലായാലും എനിക്ക് സൈറ്റിലായിരുന്നു പണി. എന്ന് പറയുമ്പോൾ മദ്രാസിൽ അതേ ചൂട് തന്നെയാണ്. ഏകദേശം ഞാനന്ന് മനസ്സിലാക്കിയത്, ഞാൻ ഗൾഫിൽ ചെല്ലുന്ന സമയത്ത് 45-50 ഡിഗ്രിക്ക് അടുത്തൊക്കെ, 50 ഡിഗ്രി ഇല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് 40-45 ഡിഗ്രി നല്ല വെയിലത്തായിരുന്നു. കാലത്ത് മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സ്ട്രക്ചറൽ വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം എനിക്ക് കൈകൾക്ക് ശാരീരികമായിട്ട് ജോയിൻറ്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേദന വന്നു തുടങ്ങി. 2 ഷോൾഡർ, പ്രത്യേകിച്ച് വലത്തെ ഷോൾഡറിനും പെടലിക്കുമൊക്കെ. സ്പോണ്ടിലൈസിൻ്റെ സെർവിക്കൽ റിപ്പയറിൻ്റെ ഓപ്പറേഷന് ശേഷം കഴിഞ്ഞു. ഇതെല്ലാം ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് IMS-ൽ ദിവയിലൊക്കെ ധ്യാനത്തിന് പോകുമായിരുന്നു. ധ്യാനത്തിന് പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തായാലും അവസാന കാലഘട്ടങ്ങളിൽ എനിക്ക് നല്ലൊരു കമ്പനിക്കുള്ളിൽ AC കമ്പനിയിൽ തന്നെ AC ഉള്ള ചൂട് ഒന്നും വെയിലും ചൂടും ഒന്നും അടിക്കേണ്ട അവസാനത്തെ ഏകദേശം ഒരു 10 വർഷത്തോളം ഞാൻ AC സെൻട്രൽ AC ഉള്ള കമ്പനി തന്നെ ആയിരുന്നു, വർക്ക്ഷോപ്പിൽ തന്നെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. അത് എൻ്റെ ശരീരത്തിനും മനസ്സിനും നല്ലൊരു അനുഭവമായിരുന്നു. കർത്താവിനോട് ആ പ്രാർത്ഥന ഫലം കൊണ്ട് മാത്രമാണ് നല്ല വെയിലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ അവിടെ ചെന്ന് വേറൊരു ഫീൽഡിലേക്ക്, വേറൊരു തൊഴിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നതും ആ തൊഴിൽ പഠിച്ചത് കൊണ്ട് ഞാൻ നേരത്തെ പഠിച്ചിരുന്ന തൊഴിൽ ചെയ്യാൻ തന്നെ അതിനുള്ളിൽ വർക്ക്ഷോപ്പിനുള്ളിൽ ജോലി ചെയ്യാനും AC ഉള്ള വർക്ക്ഷോപ്പിനുള്ളിൽ ജോലി ചെയ്യാനും ചൂടും വെയിലും ഉൾക്കൊള്ളാതെ അവസാനത്തെ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഞാൻ AC ഉള്ള വർക്ക്ഷോപ്പിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അന്ന് എനിക്ക് ശാരീരികമായിട്ടൊക്കെ ജോയിൻറ്റ് പെയിനൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു, ഓപ്പറേഷൻ ചെയ്യുന്ന ആ സമയത്തൊക്കെ. അതിനുശേഷവും അവിടെ തന്നെ ജോലി ചെയ്തതുകൊണ്ട് മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒഴിവായി കിട്ടി. അത് ദൈവത്തിൻ്റെ നല്ലൊരു ഇടപെടൽ മാത്രമായിരുന്നു. എൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ദൈവം തന്ന കുടുംബമെന്ന് പറയാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഗൾഫിലുണ്ടായ സമയത്താണ്, ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ നാട്ടിൽ വരികയും കല്യാണം കഴിക്കുന്നതും. അത് എന്നെപ്പോലെ തന്നെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് തന്നെ, ഞാനൊരു പാവപ്പെട്ടവനാണ്. എല്ലാ ദിവസവും കൊന്തപടി നിർബന്ധമാക്കി എൻ്റെ അമ്മയുണ്ടായിരുന്നു അന്ന് കല്യാണം കഴിക്കുമ്പം. അമ്മയും അപ്പനും ഉണ്ട്. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിൽ കഴിഞ്ഞാണ് അപ്പം മരിക്കുന്നത്. അന്ന് വീട്ടിൽ ഞാനും വൈഫും അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നീട് എല്ലാ ദിവസവും മുടങ്ങാതെ കൊന്ത പിടിക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഗൾഫിലും എനിക്ക് നല്ല ഇവരുടെ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും ഇടയ്ക്ക് ഈ ഗൾഫിലെ ജീവിതത്തിൽ അറിയാം. കാരണം നമുക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണം മറ്റു കാര്യങ്ങൾ ചിലപ്പം
ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പം മുടങ്ങാതെ അല്ലെങ്കിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ജോലി സ്ഥലത്ത് കൊണ്ട് തന്നെ ആയാലും വീട്ടിൽ എനിക്ക് വേണ്ടി അവർ നല്ലതുപോലെ ഒരുപാട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ എപ്പോഴും കൊന്ത പഠിക്കുന്ന എപ്പോഴും അമ്മ ഓരോരുത്തരുന്ന് കൊന്ത പഠിക്കുന്ന ശീലം അമ്മയ്ക്കുണ്ടായിരുന്നു, പകലും രാത്രിയിലും. ഇപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഞാനും മക്കളും എൻ്റെ ഭാര്യയും ഇനി ഞങ്ങൾ മാത്രമുള്ള എങ്കിലായാലും ഞങ്ങൾ വീട്ടിൽ ഞാൻ നാട്ടിലുള്ള സമയത്തായാലും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടങ്ങാതെ കൊണ്ടുപോകാനായിട്ട് നോക്കുമായിരുന്നു. ഈ പ്രവാസ ജീവിതത്തിൽ എൻ്റെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സമയങ്ങളിൽ ചിലപ്പോൾ ഇവിടെ പാങ്ങാലത്തൊക്കെ ആയിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്, തിരിച്ചു വരുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. യാത്രാ സമയത്തായാലും ഇപ്പോഴും എൻ്റെ മക്കൾ മോൻ ജർമ്മനിയിൽ പഠിക്കുന്നു, മോൾ എറണാകുളത്ത് പഠിക്കുന്നു. ഞങ്ങൾ രണ്ടും സന്തോഷത്തോടുകൂടി ഞങ്ങൾ 4 പേരും ഇപ്പോൾ വൈഫുണ്ട്, അപ്പനമ്മയും മരിച്ചുപോയി. വൈഫ് ഉണ്ട്, ഞാനും ഉണ്ട്. ഇപ്പം ഞാൻ ഗൾഫിൽ ജീവിതം മതിയാക്കിയിട്ട് ഇപ്പം നാട്ടിൽ വന്നിട്ട് ഏകദേശം 1 വർഷമാകാൻ പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാനും വൈഫും മാത്രമാണ് വീട്ടിലുള്ളത്. നിത്യ കുർബാനയ്ക്ക് പോകാനായിട്ട് മിക്കവാറും പോകാറുണ്ട് ഞങ്ങൾ മുടങ്ങാതെ. ഞാൻ പോയില്ലെങ്കിലും വൈഫ് നിത്യ കുർബാനയ്ക്ക് പോകാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് നിത്യ കുർബാനയ്ക്ക്. മക്കളും എൻ്റെ മോനും ഏകദേശം എൻ്റെ കണക്ക് തന്നെയാണ്. എൻ്റെ കണക്കെന്ന് പറയുമ്പോൾ അവിടെ അവനും പ്രാർത്ഥനാ കൂട്ടായ്മയിലും പള്ളിയിലെ കാര്യങ്ങൾക്കൊക്കെ അവൻ പോകുന്നുണ്ട്. മകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സന്തോഷം ആയിട്ട് പോകുന്നു, ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് ഇതല്ലെങ്കിൽ തന്നെയും ഞങ്ങളുടേതായിട്ട് രീതിയിൽ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അത് ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.